ചത്താപച്ച തിയേറ്ററിൽ റിലീസായി അത്യാവശ്യം നല്ല റിസപ്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പടം. ഈ ഒരു പടം എങ്ങനത്തെ പടമല്ല എന്നറിയോ? ആദ്യത്തെ അരമണിക്കൂർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പടമല്ല. ഫ്ലാഷ് ബാക്കിൽ കച്ചറ പിള്ളേർ അഭിനയിച്ചിട്ടുള്ള പടമല്ല. ഒരു ആവശ്യമില്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങളെ കുത്തി കയറ്റിയിട്ടുള്ള ഒരു പടമല്ല. ഇങ്ങനത്തെ ഒന്നും ഉള്ളൊരു പടമല്ല. ഇത് നല്ല കിടിലൻ കിടുക്കാച്ചി തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടം തന്നെയാണ് ചത്താപച്ച എന്ന് പറയുന്നത്. പലതരത്തിലുള്ള റിവ്യൂസ് വരുന്നുണ്ട്. അതുപോലെ ഒന്നുമല്ല. നിങ്ങള് ഒരു 90s കിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 10 സ്പോർട്സിലൊക്കെ നമ്മുടെ ഗുസ്തി ഉണ്ടല്ലോ, നമ്മളെ WWE റെസ്ലിംഗ്, അത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജോൺ സീനയും റെയ് മിസ്റ്റീരിയനും അണ്ടർടേക്കറിനെയും കെയിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടിക്കാലം കൊണ്ടുപോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഓർമ്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പടം കൂടിയാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിശാഖ് നായർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ താടി റോഷൻ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകൻ, ഈ ഇവരൊക്കെയാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇവരൊക്കെ ഇങ്ങനെ മലയാള സിനിമയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ, ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ശരിക്കും ചത്താപച്ച എന്ന് പറയുന്നത്. മലയാളത്തില് നമുക്കറിയാലോ, നമ്മുടെ പെപ്പന്റെ ദാവീദ് എന്ന് പറഞ്ഞൊരു പടം വന്നായിരുന്നു, ഒരു ബോക്സിംഗ് പടം. ഒരു ടിപ്പിക്കൽ ബോക്സിംഗ് പടമാണോ, ഒരു 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 റൈവൽറിയും പിന്നെ അതിന്റെ അവസാനത്തില് ബോക്സിംഗും ഒക്കെ വരുന്ന ഒരു പടം. പക്ഷെ അന്ന് എന്റെ മനസ്സിൽ കൂടെ പോയായിരുന്നു, എന്തുകൊണ്ട് ഒരു റെസ്ലിംഗ് പടം വരുന്നില്ല? ഗുസ്തി ഗോദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഗുസ്തിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമ വന്നു. പക്ഷെ ഈ സിനിമയിൽ ചത്താപച്ച തന്നെ പറയുന്നുണ്ട്, എന്താ പറയാ, കോസ്റ്റ്യൂം റെസ്ലിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഇമോഷനും ആക്റ്റും ഡ്രാമയും എല്ലാം വരുന്ന ഒരു സാധനമാണെന്നുള്ളത്. അത് നമുക്ക് അറിയാൻ ചെയ്യാല്ലേ, കുട്ടിക്കാലത്ത് നമ്മൾ സത്യം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പടം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഉണ്ടല്ലോ, കിടുക്കാച്ചൊരു പടം മലയാളത്തിൽ വന്നിരിക്കുകയാണ് ചത്താപച്ച എന്ന് പറഞ്ഞത്. നമ്മൾ ശരിക്കും സിനിമയിൽ ഈ 10 സ്പോർട്സിൽ എങ്ങനെയാണോ നമ്മൾ ഈ റെസ്ലിംഗ് കണ്ടുകൊണ്ടിരുന്നത്, അതേപോലത്തെ അതേ ഫീല്. അതായത് നമ്മൾക്ക് ഫേമസ് ആയിട്ട് അറിയാവുന്ന കുറെ ആൾക്കാരാണ്. നമ്മുടെ ജോൺസണിന്റെ യു ക്യാൻ സീ മീ എന്നൊക്കെ പറയുന്ന ആക്ഷന്, അതേപോലെ തന്നെ അങ്ങനെ കുറെ സെത്ത് റോളിൻസിന്റെ ആക്ഷന്, ഇങ്ങനെ കുറെ ഐക്കോണിക് സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ റെഡ്ഡി ഓട്ടറിന്റെ മറ്റേ ആ ടൈപ്പ് സാധനം, ഇതെല്ലാം ഇവര് റിംഗിൽ കയറിയിട്ട് ചെയ്യണം. ആര്? നമ്മുടെ സ്വന്തം മലയാളത്തിലുള്ള ആക്ടേഴ്സ്. അപ്പൊക്കെ തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു ആരവമുണ്ട്. ആൾക്കാർ എന്താ തിയേറ്ററിൽ നിന്ന് എണ്ണീറ്റ് നിന്നിട്ട് ആൾക്കാർ എന്താ പറയാ ആർക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയ്ക്ക് കിടിലൻ സീനുകളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഈ പടം കണക്ട് ആയി. WWE കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പടം എന്തായാലും ക്ലിക്ക് ആവും, എന്തായാലും കത്തും. കാരണം കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുന്ന ആ സെറ്റപ്പിലാണ് പടം പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് സ്കോർ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കോർ ഭയങ്കര പൊളിറ്റിക്കൽ കൈൻഡ് ഓഫ് DB അടിച്ചിട്ടുള്ള സ്കോർ ഒന്നുമല്ല. ഡിമാൻഡ് ചെയ്യുന്ന സാധനം, അതായത് സ്ക്രീനിൽ ഒരു സാധനം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റെസ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, റെസ്ലിംഗിന്റെ രസം നമ്മൾ കൂട്ടുന്നത് എന്താണ്? ശരിക്കും അതിന്റെ കമന്ററി ആണ് അല്ലേ. അവര് ആ ഒരു ആക്ഷന് അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ കൊടുത്തിട്ട് ആ കമന്ററിയാണ് നമുക്ക് രസം കൂട്ടുന്നത്. നമ്മുടെ ഈ 10 സ്പോർട്സിൽ നമ്മൾ അത് കാണുന്ന സമയത്ത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്കോർ ഒന്നും വരാറില്ല. പക്ഷെ ഇമാജിൻ, ആ ആക്ഷൻ അനുസരിച്ചിട്ട് ആ സ്ക്രീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് സ്കോറും കൂടെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന ഫീല്? എക്സാക്ട്ലി സെയിം സാധനമാണ് ഈ ഒരു പടത്തിനകത്ത് കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് അളവും തൂക്കവും നോക്കിയിട്ടാണ് ഇതിനകത്ത് സ്കോർ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ പടം സീരിയസ് ആവുമ്പോൾ ഇതിന്റെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ച് ഇമോഷനും കുറച്ച് ഡ്രാമയും കുറച്ച് സ്റ്റോറി കയറി വരുന്നുണ്ട്. അപ്പൊ അവിടെ കുറച്ച് സിനിമാറ്റിക് സ്കോറും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എഗെയിൻ നമ്മൾ പറയേണ്ടതാണ് സിനിമാറ്റോഗ്രാഫി. നമുക്കറിയാലോ, റെസ്ലിംഗിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ലൈറ്റിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിലാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സിനിമയുടെ സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് എഗെയിൻ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആവും. അതേപോലെ തന്നെ സിനിമാറ്റിക് ഫീലും കൂടെ കൊടുക്കേണ്ടതാണ്. കിഡിലനായിട്ട് ഒരു എന്താ പറയാ, ഒരാളൊഴിഞ്ഞ സ്ഥലത്തിൽ വളരെ ലോക്കലായിട്ട് ചെയ്തിട്ടുള്ള ഒരു റിംഗ്, ആ റിങ്ങിനെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ കിഡിലനായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സിനിമാറ്റോഗ്രാഫിയിൽ. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് അറിയോ, ഇതിനകത്ത് നമുക്ക് നമ്മുടെ താടി റോഷന്റെയും അതേപോലെ തന്നെ വൈശാഖ് നായരുടെ എന്താ പറയാ ആക്ടിങ്, അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസസ്, ഇവരെ എന്താ പറയാ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു സിനിമയിൽ എന്നുള്ളത് തോന്നിപ്പോയിട്ടുള്ള ചില നിമിഷങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതേപോലെ തന്നെ അർജുൻ അശോകന്റെ, ഭ്രമയുഗത്തിലെ അർജുൻ അശോകന്റെ ഒരു മൈൽ സ്റ്റോൺ ക്യാരക്ടർ ആണെന്നുള്ളത് നമ്മൾ പറയുമെങ്കിലും അർജുൻ അശോകനെ നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. ഇപ്പൊ തലവരയിൽ പുള്ളി ചെയ്ത് വെച്ചേക്കുന്ന തലവരയിൽ പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയാ ഗ്രൗണ്ടഡ് ആണ്, കുറച്ചും കൂടെ റൂട്ടഡ് ആണ്, കുറച്ചും കൂടെ എന്താ പറയാ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് വേറൊരു എക്സ്ട്രീം ലെവലിലാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. ഫൈറ്റ് ഒക്കെ കാണാൻ എന്താ രസം എന്നറിയോ, കൊടുക്കുന്ന സമയത്ത്
അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും, കിട്ടുന്നത് ഇങ്ങനെ ഫീൽ ചെയ്യും നമുക്ക് എന്നുള്ളതാണ്. പിന്നെ വൈശാഖ് നായറിന്റെ പെർഫോമൻസ് ഉണ്ട്. അതായത് ഇതിന് മുന്നേ സർപ്പട്ട പരമ്പരയില് സർപ്പട്ട പരമ്പരയിലെ ഒരു 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 ഫൈറ്റ് ഉണ്ട്. അതായത് അതിനകത്ത് പറയുന്നത് റോസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ള റോസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ. അതായത് ഒരു ഒരു പാട്ട് പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫൈറ്റർ, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റിങ്. അതേ ഫൈറ്റിങ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് അതിനേക്കാൾ കിടിലമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 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 യങ് ആൻഡ് പൂക്കി മാൻ, അത് കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കോസ്റ്റ്യൂം, പുള്ളിയുടെ സ്വാഗ്, പുള്ളി ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, കിടിലനായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതിനകത്ത് ഒരു കാമിയോ ഉണ്ട്. കാമിയോ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ സാക്ഷാൽ മമ്മൂക്ക. മമ്മൂക്ക പടത്തിന്റെ പീക്കിൽ ഇങ്ങനെ, അതിന്റെ ഏറ്റവും പീക്കിലേക്ക് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഇങ്ങനെ മുറുകി നിൽക്കുന്ന, ഫ്രിക്ഷനിൽ നിൽക്കുന്ന സമയത്താണ് മമ്മൂക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വാൾട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സീനിന് കിട്ടിയിട്ടുള്ള ഒരു റിസപ്ഷൻ ഉണ്ട്, എൻ്റെ പൊന്നോ, തിയേറ്റർ ഇളകി മാറിയായിരുന്നു ആ ഒരു സീനിൽ എന്നുള്ളതാണ്. പക്ഷേ പുള്ളി വാ തുറന്നപ്പോണ്ടല്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് അങ്ങ് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കളഞ്ഞു പോയി എന്നുള്ളതാണ്. പുള്ളി ഒന്നും മിണ്ടാണ്ട് വന്ന് 2 ഫൈറ്റ് നടത്തിയിട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേറെ രസം ഉണ്ടായിരുന്നു. ഇത് ഒരുമാതിരി, എന്താ അതിന് പറയാ, ഈ പടത്തിൽ നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരേ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയത് അത് മാത്രമാണ്. മമ്മൂക്ക വന്നത് പ്രശ്നമല്ല, മമ്മൂക്കയുടെ ഫൈറ്റും നമുക്ക് കുഴപ്പം തോന്നില്ല, മമ്മൂക്കയുടെ കോസ്റ്റ്യൂമും നമുക്ക് പ്രശ്നം തോന്നത്തില്ല. കാരണം സർക്കസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അങ്ങനെ ഇങ്ങനെ ഉലകം ചുറ്റി നാടോടിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഒരു കോസ്റ്റ്യൂം എല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. പക്ഷെ വാ തുറന്നപ്പോൾ എൻ്റെ പൊന്നോ, എന്തൊരു അപരാധം എന്ന് പറയുമോ, ഒരുമാതിരി ഞാൻ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വന്നിട്ട്, അബു സലീമിന്റെ ഒക്കെ ഏതോ ഒരു പടത്തിലുള്ള ചില ക്യാരക്ടർ ഉണ്ട്, പുള്ളി ഇങ്ങനെ മസിലും പെരുപ്പിച്ച് വന്നിട്ട് എന്താടാ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ ചില, എന്താ പറയാ, ചില സിനിമയിൽ കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് സത്യം പറയാലോ എനിക്കത് ഫീൽ ചെയ്തത്. ആ ഒരു മോഡുലേഷൻ, ആ ഒരു കൈൻഡ് ഓഫ്, എന്താ പറയാ, എന്തിനാണ് അങ്ങനെ ഒരു സാധനം കൊടുത്തേ? പുള്ളിക്ക് ഉണ്ടല്ലോ, പുള്ളിക്ക് അത്യാവശ്യം നല്ല, എന്താ പറയാ, നല്ല ബേസ് ഉള്ള, നല്ല കനമുള്ള ഒരു വോയിസ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് അത് കൊടുത്തില്ല? അത് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കിഡിലൻ ക്യാമിയോ ആയി പോയേനെ എന്നുള്ളതാണ്. ഇതിപ്പോ ഒരുമാതിരി, കഴിഞ്ഞ പ്രാവശ്യം ബബ്ബബേലെ ലാലേട്ടന്റെ കാമിയോ വന്നിട്ട് ആൾക്കാർ ട്രോളി കൊന്നതാണ്. അപ്പോ മമ്മൂക്കക്ക് ഇനിയിപ്പോ ലാലേട്ടൻ കുറച്ച് ട്രോള് വാങ്ങി, ഇനിയിപ്പോ ഞാനും കൂടെ കുറച്ച് വാങ്ങിയേക്കാം എന്നുള്ള രീതിയിൽ മമ്മൂക്ക ഈ പടത്തിൽ വന്ന പോലെയാണ് സത്യത്തിൽ സംഭവിച്ചേക്കുന്നത് എന്നുള്ളതാണ്. മമ്മൂക്കേന്റെ ആക്ടിങ് കുഴപ്പമില്ല, മമ്മൂക്ക വന്നതും കുഴപ്പമില്ല, ഡ്രസ്സ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ വാ തുറന്നപ്പോ എൻ്റെ പൊന്നോ, വൻ അപരാധമായി പോയി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഒരു അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തൊരു സാധനം, എന്നാൽ നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായവും കൂടെ ഉള്ളത്, ഇതിന്റെ പീക്കില് മറ്റേ വൈശാഖ് നായറിനെ അങ്ങനെ എടുത്തിട്ട് നിലത്തേക്ക് അടിച്ചിടുന്ന ഒരു സീനുണ്ട്. നമ്മളങ്ങനെ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതങ്ങനെ ഇങ്ങനെ കേറി പോയിട്ട് ആ ഒറ്റ അടി, ആ റിങ് മൊത്തം പൊളിഞ്ഞ് സെറ്റ് ആവുന്ന ഒരു 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 സ്ഥലമുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ അവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഒരു സൈലന്റ് കൈൻഡ് ഓഫ് സാധനമാണ് പോയെന്നുള്ളത്. അത് ഇച്ചിരി ചെറിയൊരു ഡിസപ്പോയിന്റ് സാധനമായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാണ്ടല്ലോ, നല്ല രസമുള്ള, തിയേറ്ററിൽ പോയാൽ നമുക്ക് കിഡ്ലനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പടം. ഈ പടത്തിന്റെ ഡയറക്ടർ ഡെബ്യൂ ആണോ എന്നുള്ളത് നമുക്ക് തോന്നത്തില്ല, കാരണം ആ ലെവലിൽ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ പടങ്ങൾ മലയാളത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.